ഓം ഗം ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഏകം യജ്ജനയത്യനേകതനുഭൃത് സസ്യാന്യജസ്രം മിഥോ ഭിന്നാകാരഗുണാനി കൈശ്ചിദപി വാ നോപ്തം ന സിക്തം ജലൈഃ. കാലേദ്യാപി ന ജീര്യതേ ഹുതഭുജാനോ ദഹ്യതേ ക്ലിദ്യതേ. നാദ്ഭിസ്തത് സകലസ്യ ബീജമനിശം ബ്രഹ്മാഭിധം ധീമഹി. ദേവീ പാദപദ്മരജഃ കണം വാഗീശാദിബുധശ്രേണീവന്ദ്യം വാഗർത്ഥസിദ്ധയേ. സൂത്രഭാഷ്യപ്രണേതാരൗ വ്യാസശങ്കരദേശികൗ നമാമി നിർഗുണബ്രഹ്മസാക്ഷാത്കാരപ്രസിദ്ധയേ. ശാസ്ത്രയോനിത്വാദ് എന്ന സൂത്രത്തിൽ ശാസ്ത്രം യസ്യ യോനിഹി, യാതൊന്നിൻ്റെ അറിവിന് ശാസ്ത്രം പ്രമാണമാക്കുമോ അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ അറിവിനുള്ള ഏകപ്രമാണം ശാസ്ത്രമാണ്, വേദമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ പൂർവമീമാംസകന്മാർ പറഞ്ഞു അത് ശരിയാവില്ല. എന്തുകൊണ്ട്? വേദം എന്നത്, അതായത് ബ്രഹ്മം എന്നുള്ളത് പരിനിഷ്ഠിത വസ്തുവാണ്, അതായത് പ്രാപ്തമായിട്ടുള്ള വസ്തുവാണ്, എപ്പോഴും ഉള്ള ഒരു വസ്തുവാണ്, സിദ്ധവസ്തുവാണ്. സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിനെക്കുറിച്ച് പറയാൻ വേദത്തിന് ആവശ്യമില്ല. അതിന് പ്രത്യക്ഷമോ അനുമാനമോ ഒക്കെ ആവശ്യമുള്ളൂ. വേദം വിധിപരകമാണ്, അല്ലേ? 4 വിധത്തിലുള്ളതായ വിധികളെക്കുറിച്ച് നമ്മൾ ഇന്നലെ ശ്രവിച്ചു. ഏതൊക്കെയായിരുന്നു? അധികാരവിധി, വിനിയോഗവിധി, പ്രയോഗവിധി, ഉത്പത്തി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ വിധമായ വിധികൾക്ക് വേണ്ടിയിട്ടാണ് വിധിപരകമാണ് ശാസ്ത്രം. അപ്പോൾ നിങ്ങളുടെ ബ്രഹ്മം പരിനിഷ്ഠിത വസ്തുവിനെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ അതെന്തല്ല? അത് ശാസ്ത്രം, അത് വേദവേദ്യമല്ല. പിന്നെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ വേദവേദ്യമാണെന്നോ വേദവേദ്യമല്ല എന്നോ ഒന്നും പറഞ്ഞതുകൊണ്ട് ഉപനിഷത്ത് വേദത്തിൻ്റെ ഭാഗമല്ലാതാവുകയില്ല. എന്തുകൊണ്ട്? ഉള്ളതാണതിൽ. നിങ്ങൾ പഠിക്കുന്ന സംഹിതയിൽ തന്നെ ഉപനിഷത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തള്ളിക്കളയാൻ പറ്റുക എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? ഈ വേദങ്ങൾ അല്ലെങ്കിൽ ബ്രഹ്മപരകമായിരിക്കുന്ന വാചകങ്ങളൊക്കെ എന്താണ്? വിധിക്ക് അനുസൃതമാണ് എന്ന് വയ്ക്കാം. എന്ന് വെച്ചാലോ, വേദത്തിൽ അത് വിധി കർമ്മമാണ്, അല്ലേ?
ആ കർമ്മത്തിൻ്റെ കർത്താവ്, ദേവത ഇത്യാദി അർത്ഥങ്ങളിൽ ഇത്യാദി വിഷയങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്തുകൾ എന്ന് പറയാം. എവിടെയെല്ലാമാണോ തുംപരകമായിരിക്കുന്ന ജീവപരകമായിരിക്കുന്ന വാക്യങ്ങളുള്ളത് അതൊക്കെ കർത്താവിനെയും, എവിടെയെല്ലാമാണോ ഈശ്വരപരകമോ ബ്രഹ്മപരകമോ ആയിട്ടുള്ള വാചകങ്ങളുള്ളതൊക്കെ ദേവതയെയും കുറിക്കുന്നതാണ്. അല്ലാതെ അങ്ങനെ വന്നാൽ മാത്രമേ ഉപനിഷത്തുകൾക്ക് പ്രാമാണികത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി പറഞ്ഞു നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്ന് വരികിൽ വേറൊരു വിധത്തിൽ പറയാം. എന്താണ്, ഈ ഉപനിഷത്തുകളൊക്കെ എന്താണ് മാനസിക ഉപാസനയ്ക്കുള്ളതാണ്. അപ്പോൾ ഉപാസന എന്ന് പറഞ്ഞാൽ മാനസിക ക്രിയയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണെന്ന് പറയാം. അല്ലാതെ ഇവ ബ്രഹ്മപരകങ്ങളാണെന്ന് പറയാനോ ബ്രഹ്മപരകങ്ങളായതിനാൽ ഉപനിഷത്തുകൾ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയാനോ സാധിക്കുകയില്ല. അതുകൊണ്ടൊരു ഫലവുമില്ല, പുരുഷാർത്ഥമില്ല. ഉള്ളതായ വസ്തുവിന് വീണ്ടും പറയുന്നതുകൊണ്ട് പുരുഷാർത്ഥം സിദ്ധിക്കുകയില്ല എന്നതിനാൽ വേദത്തിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് വേദപ്രാമാണികത്വമോ വേദം ബ്രഹ്മപരകമോ അല്ല എന്ന് പൂർവപക്ഷികൾ എന്ത് ചെയ്തു, സിദ്ധാന്തിച്ചു. അവർ പൂർവപക്ഷത്തെ അവതരിപ്പിച്ചപ്പോൾ അതാണ് പറഞ്ഞത്, തസ്മാത് ന ബ്രഹ്മണഃ ശാസ്ത്രയോനിത്വം ഇതി പ്രാപ്തി. അതുകൊണ്ട് ബ്രഹ്മത്തിന് ശാസ്ത്രയോനിത്വമില്ല. ശാസ്ത്രയോനിത്വത്തിന് രണ്ടർത്ഥം. ശാസ്ത്രം യോനിഹി യസ്യ, അല്ലേ, ശാസ്ത്രം യോനിഹി പ്രമാണം യസ്യ സഹ. യാതൊന്നിനാണോ ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത്, യാതൊന്നിൻ്റെ അറിവിനാണോ ശാസ്ത്രം പ്രമാണമായിരിക്കുന്നത്, അത് ശാസ്ത്രയോനി. അപ്പോൾ ബ്രഹ്മം ശാസ്ത്രയോനിയാണ് ചെന്നർത്ഥം. ബ്രഹ്മത്തിൻ്റെ അറിവിന് പ്രമാണമായിരിക്കുന്നത് വേദമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഇനി ശാസ്ത്രയോനിത്വത്തിന് വേറെ അർത്ഥമുണ്ട്, ശാസ്ത്രസ്യ യോനിഹി. അത് നേരത്തെ തന്നെ പറഞ്ഞത് ശരിയാവില്ല പറഞ്ഞു. എന്തുകൊണ്ട്? വേദം നിത്യമായതുകൊണ്ട്. നിത്യമായിരിക്കുന്ന വേദത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ശാസ്ത്രയോനിത്വം ശരിയല്ല. അങ്ങനെ രണ്ട് വിധത്തിലുള്ള ശാസ്ത്രയോനിത്വവും എന്തല്ല, ശരിയല്ല. ഇതി പ്രാപ്തി. ഇപ്രകാരം പൂർവമീമാംസകന്മാർ പറഞ്ഞ് സ്ഥാപിക്കാനിരിക്കെ ഉച്യത്തെ. ഇനി അതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഷ്യം ആരംഭിക്കുകയാണ്. അടുത്ത അധികരണത്തിൻ്റെ പേരാണ് സമന്വയ അധികരണം. ഓക്കെ, സമന്വയ അധികരണത്തിലും ഒരൊറ്റ സൂത്രമേ ഉള്ളൂ. പറയാം. തത് തു സമന്വയാത് തത്തു സമന്വയാത് തത്തു സമന്വയാത് തത് തു സമന്വയാത്. ത്രിപദമിതം സൂത്രം. 3 പദങ്ങളാണ് ഈ സൂത്രത്തിലുള്ളത്. തത് തു സമന്വയാത് എന്നീ മൂന്ന് പദങ്ങൾ. ത്രിപദമിതം സൂത്രം. അപ്പോൾ തത് തു സമന്വയാത് എന്താ അർത്ഥം? തു എന്ന് പറയുന്നത് പൂർവപക്ഷത്തെ നിരസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല. നിങ്ങളെന്താ പറഞ്ഞത്? ശാസ്ത്രയോനിത്വമില്ല, ബ്രഹ്മത്തിന് ശാസ്ത്രയോനിത്വമില്ല എന്ന് പൂർവപക്ഷികൾ പറയേ. അതിന് നിവാരണം ചെയ്യാനാണ് തു. അങ്ങനെയല്ല തു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. അല്ല. എന്തുകൊണ്ട്? തത് എന്ന് വെച്ചാൽ ആ ബ്രഹ്മത്തിൻ്റെ ശാസ്ത്രയോനിത്വം സമന്വയാത്. ബ്രഹ്മത്തിന് ശാസ്ത്രയോനിത്വം ഉണ്ട്. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? സമന്വയാത്. എന്താ സമന്വയാത് എന്ന് വെച്ചാൽ അർത്ഥം? സമന്വയാത്തിൽ 3 പദങ്ങളാണുള്ളത്. സമ, അനു, അയ്. സമ എന്നൊരു ഉപസർഗം, അനു എന്ന ഒരു ഉപസർഗം, അയ് എന്ന് പറയുന്ന ധാതു. കേട്ടിട്ടുണ്ടോ ഈ ധാതു മുമ്പ്? അയ് അയത്തെ, അയേത്തെ, അയന്തേ. അയത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പദം. എവിടെയാണ്? ഉത്തരായണം, ദക്ഷിണായനം. അയ് ധാതു. അയത്തെ ചില ടു മൂവ്, സഞ്ചരിക്കുക എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്നാണ് ഈ സമന്വയ പദം ഉണ്ടാക്കുന്നത്. സമ, അനു,
അയ, അയത്തെ ടു മൂവ്, അയനം, അയനം മൂവ്മെൻറ്റ്. അങ്ങനെയാണ് ഉത്തരായണം, സൂര്യൻ്റെ ഉത്തരഗതിയിലേക്കുള്ള അയനം, മൂവ്മെൻറ്റ്, ദക്ഷിണത്തിലേക്കുള്ള അയനം, അതാണ് ഉത്തരായണം ദക്ഷിണ. അപ്പം അയ എന്ന് പറഞ്ഞ ധാതു ടു മൂവ് എന്നർത്ഥം. അപ്പം എന്തൊക്കെയാണ്? സമ, അനു, അയ. സമ എന്ന് വെച്ചാൽ സമ്യക്കാകും വണ്ണം, അല്ലേ? സമ്യക്കാകും വണ്ണം, അനു ഒപ്പം, യോജിച്ച്, അയ മുന്നോട്ട് പോവുക. അപ്പോൾ നല്ലവണ്ണം യോജിച്ച് മുന്നോട്ട് പോവുക എന്നാണ് സമന്വയത്തിൻ്റെ അർത്ഥം. നല്ലവണ്ണം സമ, അനു ഒരുമിച്ച്, യോജിച്ച്, അയ മുന്നോട്ട് പോവുക. അപ്പോൾ സമന്വയം ചെന്നർത്ഥം നല്ലവണ്ണം ഒരുമിച്ച് യോജിച്ച് മുന്നോട്ട് പോവുക. എന്ത് നല്ലവണ്ണം ഒരുമിച്ച്? എല്ലാ വേദാന്തവാക്യങ്ങളും, ഉപനിഷത് വാക്യങ്ങളെല്ലാം നല്ലവണ്ണം ഒരുമിച്ച് ഐക്യത്തോടെ ബ്രഹ്മത്തിലേക്ക് പോകുന്നതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. സമ, അനു, അയ. എന്താണ്? വേദാന്തവാക്യങ്ങളെല്ലാം നല്ലവണ്ണം ഒരുമിച്ച് സമ, അനു, അയ പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ബ്രഹ്മത്തിലേക്ക്. അതായത് എല്ലാ വേദാന്തവാക്യങ്ങളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബ്രഹ്മസൂചകങ്ങളാണ്. വേദാന്തവാക്യങ്ങൾ, ഉപനിഷത് വാക്യങ്ങളുടെ എല്ലാം വിഷയം എന്താണ്? അതൊന്നെങ്കിൽ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ട്. പ്രത്യക്ഷമായിട്ട് ചില ബ്രഹ്മത്തിൻ്റെ സ്വരൂപാദികളെക്കുറിച്ച് പറയുക, ലക്ഷണം പറയുക ഇത്യാദി. അല്ലെങ്കിലോ പരോക്ഷമായിട്ട് ആ ബ്രഹ്മപ്രാപ്തിക്ക് സാധകങ്ങളായിരിക്കുന്ന ഉപാസനാദികളെയാകട്ടെ, അല്ലെങ്കിൽ ധ്യാനാദികളാകട്ടെ, അല്ലെങ്കിൽ എന്താണ് സാധനാചതുഷ്ട സമ്പത്തിയാകട്ടെ. അപ്പോൾ ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മത്തെക്കുറിച്ചോ ബ്രഹ്മത്തെ പ്രാപിക്കുവാനുള്ള വഴികളെക്കുറിച്ചോ സംസാരിക്കുന്നവയാണെന്ത്? എല്ലാ ഉപനിഷത് വാക്യങ്ങളും. അപ്പോൾ സകല ഉപനിഷത് വാക്യങ്ങളും എന്താ ചെയ്യുന്നത്? ബ്രഹ്മസൂചകങ്ങളാണ്, ഒരുമിച്ച് ബ്രഹ്മത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ശാസ്ത്രയോനിത്വം ബ്രഹ്മത്തിനില്ല എന്ന വാദം തെറ്റാണ്. നിങ്ങൾ ഏതെല്ലാം ഉപനിഷത് വാക്യങ്ങളെടുത്ത് പഠിച്ചാലും ആ ഉപനിഷത് വാക്യങ്ങളെല്ലാം ഐക്യത്തോടുകൂടി ബ്രഹ്മസൂചകങ്ങളായതിനാൽ ബ്രഹ്മത്തെക്കുറിച്ച് ബ്രഹ്മത്തിന് വേദം പ്രമാണമല്ല എന്ന നിങ്ങളുടെ വാക്യം ശരിയല്ല. ബ്രഹ്മത്തിന് വേദം പ്രമാണം തന്നെയാണ്. ഏത് വേദം? ഉപനിഷത്തുകൾ പ്രമാണം തന്നെയാണ്. ഇതാണ് തത്ത് തു സമന്വയാത് എന്ന സൂത്രത്തിൻ്റെ അർത്ഥം. ഇനി ഭാഷ്യത്തിൽ ഭഗവാൻ വളരെ ഗംഭീരമായിട്ട് വ്യാഖ്യാനിക്കും. സാമാന്യമായിട്ട് ഇതാണ് അർത്ഥം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വൈയാസിക ന്യായമാല ശ്രവിക്കാം. ആരെഴുതിയിരിക്കുന്നതാണ്? വിദ്യാരണ്യസ്വാമികൾ, അല്ലേ? വിദ്യാരണ്യസ്വാമികൾ എഴുതിയിരിക്കുന്ന വേറൊരു പുസ്തകമാണ്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള പുസ്തകമാണ് പഞ്ചദശി. വേറെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ജീവൻ മുക്തി വിവേകം പഠിച്ചോ? അങ്ങനെ പഠിക്കും, പല പല പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. അനേഹം. അപ്പോൾ വൈയാസിക ന്യായമാലയിൽ ഈ സമന്വയ അധികരണത്തെ, അല്ലേ, ഈ സമന്വയാധികരണത്തിൻ്റെ വിഷയം, പൂർവപക്ഷം, ഉത്തരപക്ഷം, പിന്നെ സംഗതി, ഈ 5 കാര്യങ്ങളാണ് എന്ത്? അധികരണത്തിൻ്റെ വിഷയങ്ങൾ. അപ്പം അതെന്തൊക്കെയാണ് എന്ന് ഇവിടെ കണക്ട് ചെയ്യാണ്. വേദാന്ത കർത്തൃദേവാദിപരാ ബ്രഹ്മപരാ ഉത. വേദാന്ത കർത്തൃദേവാദിപരാ ബ്രഹ്മപരാ ഉത. അങ്ങനെ തന്നെ വായിക്കണം. അല്ലാണ്ട് വേദാന്ത കർത്തൃദേവാദി പരാ ബ്രഹ്മപരാ ഉത എന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറിപ്പോവും. സംസ്കൃതത്തിലെ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമൊക്കെ വേദാന്ത കർത്തൃദേവാദി പരാ ബ്രഹ്മപരാ ഉത എന്നൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും. അപ്പോൾ വേദാന്ത കർത്തൃദേവാദി പരാ ബ്രഹ്മപരാ ഉത. അനുഷ്ഠാനോപയോഗിത്വാദ്
കർത്രാദിപ്രതിപാദകാഃ. ഒരുമിച്ച് ആദ്യമായിട്ട് സംശയം പറയാണ്. വിഷയ സംശയം എന്താണ്? വേദാന്താഃ കർത്തൃദേവാദിപരാ ബ്രഹ്മപരാ ഉത. ഈ വേദാന്തവാക്യങ്ങൾ വിധികൾക്ക് ആവശ്യമായിരിക്കുന്ന കർത്താവ്, ദേവത ഇത്യാദി വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണോ അതോ ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നതാണോ? അതാണ് സംശയം. ഉപനിഷത് വാക്യങ്ങൾ എന്താ കർമ്മപരകങ്ങളാണോ ബ്രഹ്മപരകങ്ങളാണോ? അതെങ്ങനെയാണ് ഉപനിഷത് വാക്യങ്ങൾ കർമ്മപരകങ്ങളാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദാന്തവാക്യങ്ങളിൽ വിധികൾ പറയുന്നില്ല, അതായത് യജ്ഞം ചെയ്യാനോ യാഗം ചെയ്യാനോ ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും ഈ യജ്ഞയാഗാദി വിധികൾക്ക് സഹായകങ്ങളായിരിക്കുന്ന കർത്താവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ദേവതാദികളെ കുറിച്ചിട്ടോ ഒക്കെ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നതിനാൽ വേദാന്തവാക്യങ്ങൾ കർമ്മപരകങ്ങളാണോ അതോ ബ്രഹ്മപരകങ്ങളാണോ എന്ന് സംശയം. വേദാന്തങ്ങൾ കർത്തൃദേവാദിപര, കർത്താവ്, ദേവൻ മുതലായവയെ സൂചിപ്പിക്കുന്നവയാണോ? അപ്പോൾ കർത്താവ്, ദേവൻ മുതലായവയെ സൂചിപ്പിക്കുക ചെന്തർത്ഥം? കർത്തൃദേവാദികളെ സൂചിപ്പിച്ചിട്ട് അതിലൂടെ കർമ്മസൂചകങ്ങളാണോ അതോ ബ്രഹ്മപരാ ഉത, അതോ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നവയാണോ എന്ന് സംശയം പറയാണ്. അത് ഞാൻ പൂർവപക്ഷം പറയാം. പൂർവപക്ഷം എന്താ പറയുന്നത്? അനുഷ്ഠാനോപയോഗിത്വാത് കർത്രാദിപ്രതിപാദികാഃ. വേദാന്തം എപ്പോഴും ശാസ്ത്രം, വേദം എപ്പോഴും വിധിപരകങ്ങളാക്കണം. വിധിപരകങ്ങളായവയെ മാത്രമേ ശാസ്ത്രം എന്ന് പറയാൻ പറ്റൂ. ശാസനാത് ശാസ്ത്രം, ശാസിക്കണം. എന്താ ശാസിക്കുന്നത്? വിധിയോ നിഷേധമോ, ചെയ്യണമെന്നോ ചെയ്തുകൂടാ എന്നോ ശാസിച്ചാൽ മാത്രമേ അത് ശാസ്ത്രമായി തീരുള്ളൂ. ഈ നിങ്ങളുടെ വേദാന്തം, നിങ്ങളുടെ ഉപനിഷത്ത് ശാസ്ത്രമായി തീരണമെങ്കിൽ അനുഷ്ഠാന ഉപയോഗിയാകണം. അതായത് എന്തെങ്കിലും വിധത്തിലുള്ള അനുഷ്ഠാനത്തിന്, കർമ്മത്തിന് ഉപയോഗികളായാൽ മാത്രമേ, വിധിപരകങ്ങളായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഉപനിഷത്ത് ശാസ്ത്രമായി തീരുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വേദാന്തത്തെ ശാസ്ത്രമാണെന്ന് സിദ്ധിക്കണമെങ്കിൽ അത് അനുഷ്ഠാനോപയോഗിയായിരിക്കണം. പക്ഷെ അതിൽ അനുഷ്ഠാനങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പറയാണ് കർത്രാദി പ്രതിപാദക. ശരിയാണ്, ഡയറക്റ്റായിട്ട് അനുഷ്ഠാനങ്ങളൊന്നും വേദത്തിൽ പറയുന്നില്ല, ഉപനിഷത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് ഉപനിഷത്തുകൾ എന്ത് വിചാരിക്കണം? കർത്തൃ മുതലായവയെ കർത്താവ്, പിന്നെ ദേവത, പിന്നെ ക്രിയ ഇത്യാദി കാര്യങ്ങളെ, അല്ലെങ്കിൽ കരണം ഇത്യാദി കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്ന് സ്വീകരിച്ചു കൊള്ളണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ വേദത്തിന് എന്ത് വരികയുള്ളൂ? കർമ്മപരകത്വം വരികയുള്ളൂ. അപ്പോൾ മാത്രമേ, വിധിപരകമായാൽ മാത്രമേ ശാസ്ത്രമാവുകയുള്ളൂ. അനുഷ്ഠാനോപയോഗിത്വാത് കർത്രാദി പ്രതിപാദക. അനുഷ്ഠാനയോഗിയായതുകൊണ്ട് ഇത് കർത്തൃപ്രതിപാദകങ്ങളാണ്. ഓക്കെ. വേദാന്ത കർത്തൃദേവാദിപരാ ബ്രഹ്മപരാ ഉത അനുഷ്ഠാനോപയോഗിത്വാത് കർത്രാദിപ്രതിപാദകാഃ. കർത്രാദിപ്രതിപാദകങ്ങളായാൽ മാത്രമേ വേദാന്തങ്ങൾക്ക് ശ്രുതിത്വം, അല്ലേ, വേദപരകത്വം, ശാസ്ത്രത്വം സിദ്ധിക്കുകയുള്ളൂ. ഇതാരുടെ വാദമാണ്? പൂർവപക്ഷം. അപ്പോൾ എന്താണ് സംശയം? വേദാന്തങ്ങൾ കർത്തൃദേവാദിപരകങ്ങളായി കർമ്മത്തെ സൂചിപ്പിക്കുന്നതാണോ അതോ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണോ എന്ന് സംശയം. പൂർവപക്ഷം പറയുന്നു ഇത് കർത്രാദി പ്രതിപാദകങ്ങളായി അനുഷ്ഠാനത്തെ സൂചിപ്പിക്കുന്നതാണ്.
ക്രിയയെ സൂചിപ്പിക്കുന്നതാണ്, കർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉപനിഷത്തുകൾക്ക് വേദത്വം, വേദാംഗത്വം അല്ലെ വേദമാണെന്ന് പറയാൻ പറ്റുള്ളൂ, ശാസ്ത്രത്വം സിദ്ധമാവുകയുള്ളൂ. സിദ്ധാന്തം, ഇവരുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് സിദ്ധാന്തം പറയാണ്. ഭിന്നപ്രകരണാത് ലിംഗഷട്കാച്ച ബ്രഹ്മബോധകാഃ. ഭിന്നപ്രകരണാത് ലിംഗഷട്കാച്ച ബ്രഹ്മബോധകാഃ. സതി പ്രയോജനേ അനർത്ഥഹാനേ അനുഷ്ഠാനതോത്ര കിം. സതി പ്രയോജനേനർത്ഥഹാനേനുഷ്ഠാനതോത്ര കിം. ഒരുമിച്ച് ബ്രഹ്മബോധകാഃ സതി പ്രയോജനേനർത്ഥഹാനേനുഷ്ഠാനതോത്ര കിം. സിദ്ധാന്തം പറയാണ് അപ്രകാരമല്ല. എപ്രകാരമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവപക്ഷികൾ പറഞ്ഞതുപോലെയല്ല. പൂർവപക്ഷികൾ പറഞ്ഞതുപോലെ ഇത് കർത്താവിനെ കുറിച്ചിട്ടോ ദേവതകളെക്കുറിച്ചിട്ടോ പറയുന്നതല്ല. പിന്നെയോ എന്തുകൊണ്ട്? ഭിന്നപ്രകരണാത്. രണ്ടും വേറെ വേറെ പ്രകരണങ്ങളാണ്. കർമ്മം വേറെ പ്രകരണമാണ്, ബ്രഹ്മം വേറെ പ്രകരണമാണ്. ഒരേ പ്രകരണമല്ല, ഒരേ വിഷയമല്ല. ഭിന്നങ്ങളായിരിക്കുന്ന പദങ്ങൾ, ഭിന്നങ്ങളായിരിക്കുന്ന പ്രാപ്തിസ്ഥാനം, ഭിന്നങ്ങളായിരിക്കുന്ന അധികാരികൾ, ഇവയോടു കൂടിയതാണ് രണ്ടും. ആരാണ് കർമ്മത്തിന് അധികാരി? ഐഹികമോ പാരത്രികമോ ആയിരിക്കുന്ന ഭോഗങ്ങൾ, അഥവാ അതിനൊരു പദം പഠിച്ചു നമ്മൾ, ഐഹികവും പാരത്രികവുമായ അഭ്യുദയം. അഭ്യുദയത്തെ ആഗ്രഹിക്കുന്നവരാണ് ആര്? കർമ്മത്തിന് അധികാരി. ഓക്കെ, ആ കർമ്മത്തിനുള്ള വിഷയങ്ങൾ എന്താണ്? യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെയാണ്. ഈ യാഗങ്ങളെ യജ്ഞങ്ങളെ കൊണ്ട് ഇവർ നേടുന്നത് എന്താണ്? ഒന്നെങ്കിൽ ലൗകികമായിരിക്കുന്ന ഭോഗം, അല്ലെങ്കിൽ സ്വർഗം. ഇതാണ് അവർ നേടുന്നത്. അപ്പോൾ അവിടെ ലക്ഷ്യമെന്താണ്? ഒന്നെങ്കിൽ ലൗകികമായ ഭോഗം, അല്ലെങ്കിൽ സ്വർഗം. വഴി എന്താണ്? യാഗങ്ങളും യജ്ഞങ്ങളും മുതലായിട്ടുള്ള ക്രിയകൾ. അതിന് അധികാരി ആരാണ്? ഭോഗി, ഭോഗം ഇച്ഛിക്കുന്ന ആളാണ്. ഇനി ബ്രഹ്മത്തിനോ ആരാണ് അധികാരി? മുമുക്ഷുവാണ് അധികാരി, ത്യാഗിയാണ് അധികാരി. അതിനുള്ള വഴി എന്താണ്? ശ്രവണമനന നിധ്യാസനങ്ങളാണ്. അതുകൊണ്ട് നേടുന്നത് എന്താണ്? പരമമായ മോക്ഷമാണ്. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് രണ്ടിനും കൂടെ ഒരുമിപ്പിക്കുക? ഇതാണ് പറഞ്ഞത് ഭിന്നപ്രകരണാത്ത്. അതിൻ്റെ അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം ഇതൊക്കെ വ്യത്യാസമാണ്. കർമ്മയോഗത്തിൻ്റെ സംബന്ധം എന്താണ്? കർത്താവിന് കൃത്യത്തെ നേടാൻ സഹായിക്കുന്നതാണ്. കർത്താവിന് കൃത്യം ചെയ്ത് പ്രാപിക്കേണ്ട ഫലങ്ങളെ നേടാൻ സഹായിക്കുന്നതാണ് കർമ്മം. ഇവിടെയോ ബോധ്യബോധക സംബന്ധമേ ഉള്ളൂ. അറിയേണ്ടത് അറിയിക്കുക മാത്രമേ. അപ്പോൾ അതിൻ്റെ അധികാരി, വിഷയം, പ്രയോജനം, സംബന്ധം ഇവ രണ്ടും വ്യത്യസ്തങ്ങളാണ്. ഇതിൻ്റെ കർമ്മകാണ്ഡത്തിൻ്റെയും ജ്ഞാനകാണ്ഡത്തിൻ്റെയും. അതാ പറഞ്ഞത് ഭിന്നപ്രകരണാത്. അതുകൊണ്ട് വേദാന്തവാക്യങ്ങൾ കർമ്മസൂചകങ്ങളാണെന്ന് പറയാൻ സാധ്യമല്ല. ഭിന്നപ്രകരണങ്ങളാണ്. രണ്ടും വേദമാണ്, പക്ഷേ വേദത്തിലെ രണ്ട് പ്രകരണങ്ങളാണ്. ഭിന്നമായിരിക്കുന്ന കർത്താവ്, ഭിന്നമായിരിക്കുന്ന ഫലം, ഭിന്നമായിരിക്കുന്ന ക്രിയ, ഭിന്നമായിരിക്കുന്ന സംബന്ധം ഇത്യാദി എല്ലാം കൊണ്ടും ഭിന്നങ്ങളായ പ്രകരണങ്ങളാണ് കർമ്മകാണ്ഡവും ബ്രഹ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. പിന്നെ മാത്രമല്ല ലിംഗഷട്കാച്ച ബ്രഹ്മബോധക. ഉപനിഷത് വാക്യങ്ങളെല്ലാം ഷഡ്വിധ ലിംഗങ്ങളെ കൊണ്ടും ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏതൊക്കെയാണ് ഷഡ്വിധ ലിംഗങ്ങൾ? ഉപക്രമോപസംഹാരോ അഭ്യാസോ അപൂർവതാഫലം അർത്ഥവാദോ ഉപപത്തിശ്ച ലിംഗം താത്പര്യനിർണയേ. അല്ലേ, 6 കാര്യങ്ങളാണ്. ഉപക്രമം, ഉപസംഹാരം. അല്ലേ, ഏതൊരു വേദഭാഗം എടുത്താലും അതിൻ്റെ വേദാന്ത ഭാഗം, ഉപനിഷത് ഭാഗം എടുത്താൽ അതിൻ്റെ ഉപക്രമം, അതിൻ്റെ ഉപസംഹാരം. പിന്നെ
അത് അഭ്യാസം, വീണ്ടും 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 എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അപൂർവത, അതിൻ്റെ യുണീക്നെസ്, അല്ലേ? ഫലം, അതിൻ്റെ റിസൾട്ട്, പിന്നെ അർത്ഥവാദം, അതിൻ്റെ സ്തുതികൾ, പിന്നെ ഉപപത്തി, അതിൻ്റെ കൺക്ലൂഷൻസ്. ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വേദാന്തം ബ്രഹ്മപരകങ്ങളാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഷഡ്വിധ ലിംഗങ്ങളെക്കുറിച്ച് ബ്രഹ്മവാചകങ്ങൾ, ഉപനിഷത് വാചകങ്ങൾ പരിശോധിച്ചാൽ, അല്ലേ, ജ്ഞാനമീമാംസ, ജ്ഞാനഭാഗങ്ങൾ, ജ്ഞാനകാന്ഡം, വേദാന്തത്തിൻ്റെ ജ്ഞാനകാന്ഡത്തിൻ്റെ ഷഡ്വിധ ലിംഗങ്ങൾ ഉപയോഗിച്ചാൽ അവയെല്ലാം ബ്രഹ്മപരകങ്ങളാണ് എന്നാണ് കാട്ടുന്നത്, അല്ലാതെ കർമ്മപരകങ്ങൾ അല്ല. അപ്പോൾ നമ്മുടെ ഉത്തരമീമാംസയിൽ നമ്മളുടെ ഷഡ്വിധ ലിംഗങ്ങളാണിതൊക്കെ: ഉപക്രമോപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി. ഇനി നിങ്ങളുടെ, അതായത് പൂർവമീമാംസയ്ക്കുണ്ട് ഷഡ്വിധ ലിംഗങ്ങൾ. ഉത്തരമീമാംസ, അതായത് വേദാന്തത്തിൻ്റെ ഷഡ്വിധ ലിംഗങ്ങളാണ് ഉപക്രമോപസംഹാരാദികൾ. ഇതുമാതിരി പൂർവമീമാംസയ്ക്കും ഷഡ്വിധ ലിംഗങ്ങളുണ്ട്. എന്തൊക്കെയാണത്? പറയാണ് 6 ലിംഗങ്ങൾ. അത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ആരെ നോക്കൂ, നമ്മൾ പൂർവമീമാംസകന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷ സംസാരിക്കണം, നമ്മുടെ ഭാഷ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പൂർവമീമാംസകന്മാർക്ക് ഷഡ്വിധ ലിംഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണത്? പറയാണ് ശ്രുതി, ലിംഗം, വാക്യം, പ്രകരണം, സ്ഥാനം, സമാഖ്യ. ഇങ്ങനെ 6 ലിംഗങ്ങൾ ആർക്കുണ്ട്? പൂർവമീമാംസകന്മാർക്കുണ്ട്. ഈ 6 അത് ഞങ്ങളുടേതായ ഉപക്രമ, ഉപസംഹാരം, അഭ്യാസ, പൂർവത, ഫലം മുതലായ ഷഡ്വിധ ലിംഗങ്ങളെ കൊണ്ട് പരിശോധിച്ചാൽ എന്താ അർത്ഥം? വേദവാക്യങ്ങളെല്ലാം, വേദവാക്യങ്ങളല്ല, ഉപനിഷത് വാക്യങ്ങളെല്ലാം ബ്രഹ്മപരകങ്ങളാണ്, കർമ്മപരകങ്ങളല്ല. ഇനി നിങ്ങളുടെ ഷഡ്വിധ ലിംഗങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്? ശ്രുതി. ശ്രുതി വളരെ വളരെ വ്യക്തമായി പറയുന്നു. എന്താണ്? ആത്മാവാരേ ദ്രഷ്ടവ്യ, ശ്രോതവ്യോ, മന്തവ്യോ, നിധിധ്യാസിതവ്യ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു ശ്രുതി, അല്ലേ? ആത്മാവിനെയാണ് അറിയേണ്ടത്, അതിനുവേണ്ടി ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യണമെന്ന് ശ്രുതി വ്യക്തമായിട്ട് പറയുന്നു. അപ്പം നിങ്ങളുടെ ഒന്നാമത്തെ ലിംഗമാണ് ശ്രുതി. എന്താ ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വതന്ത്രരവം, സ്വയം അർത്ഥവത്തായിരിക്കുന്ന വേദനിർദ്ദേശത്തെയാണ് ശ്രുതി എന്ന് പറയുന്നത്. സ്വതന്ത്ര രവം, രവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം. സ്വതന്ത്ര രവം എന്ന് വെച്ച് കഴിഞ്ഞാലോ സ്വയം അർത്ഥവത്തായിരിക്കുന്ന വേദനിർദ്ദേശത്തെയാണ് രവം എന്ന് പറയാം. നോക്കൂ, ഉപനിഷത്ത് ശാസ്ത്രം എടുത്ത് നോക്കൂ, എല്ലാം സ്വയം അർത്ഥവത്തല്ലേ? കർമ്മത്തിൻ്റെ അപേക്ഷ ആവശ്യമുണ്ടോ അവിടെ? ഒരാവശ്യമില്ല. അതായത് ഉപനിഷത്തിലെ വാക്യങ്ങളുടെ അർത്ഥം ഡയറക്റ്റായിട്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതാണ്. അത്രയും വ്യക്തമായിട്ട് ഉപനിഷത്ത് സ്വയം ബ്രഹ്മത്തെക്കുറിച്ച് പറയേ. എന്തിനാണ് അതിന് കർമ്മത്തിൻ്റെ ആശ്രയത്വം എന്താണ് ആവശ്യമുള്ളത്? ഒരിടത്തും പറയുന്നില്ല യാഗയജ്ഞങ്ങൾ ചെയ്തിട്ട് വേണം ബ്രഹ്മത്തെ അറിയാമെന്ന്. അപ്പോൾ അതായത് ശ്രുതി സ്വയം എന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 1 രവം, 2 ലിംഗം. രണ്ടാമത്തെയാണ് ലിംഗം. എന്താ ലിംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ശബ്ദസാമർഥ്യം. ലിംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദസാമർഥ്യം. പറയാണ് സാമർഥ്യം സർവശബ്ദാനാം ലിംഗമിത്യഭിധീയത്തെ. അതായത് ആ പദം കൊണ്ട് തന്നെ കാര്യം അറിയുക, അതാണ് പ്രസിദ്ധി. നോക്കൂ, ബ്രഹ്മ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആർക്കെങ്കിലും എന്താണ് ഈ വല്ല അഗ്നി, ഇന്ദ്രൻ മുതലായ ദേവതയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അല്ലേ? ബ്രഹ്മ എന്ന പദത്തിന് തന്നെ എന്ത് പ്രസിദ്ധിയുണ്ട്? എന്ത് പ്രസിദ്ധിയുണ്ട്? അത് പരമാത്മാവാണെന്ന് പ്രസിദ്ധിയുണ്ട്, അല്ലേ? ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അത് കർമ്മകാണ്ഡമല്ല എന്ന്. അതാണ് ലിംഗം എന്ന് പറയുന്നത്, പ്രസിദ്ധി. ആ പദങ്ങൾ എന്തല്ല? കർമ്മപരകങ്ങളല്ല എന്നത് പ്രസിദ്ധമാണ്. ഇപ്പോൾ ശ്രുതി, ലിംഗം. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്താണ് വാക്യം. വാക്യം ചില വാക്യയോജന, ചേർത്ത് പിടിക്കൽ, അല്ലേ? അതായത് സമഭിവ്യവഹാരം. അതായത് നിങ്ങൾ ഉപനിഷത്ത് വാക്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവ സമയോജനകളാണ്. അതായത് എന്ത് ചെയ്യുന്നു? ഉപക്രമോപസംഹാരങ്ങളുണ്ട്, അഭ്യാസമുണ്ട്, അപൂർവതയുണ്ട്, ഫലമുണ്ട്. ഇവയെക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വേദാന്തവാക്യങ്ങളെല്ലാം ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നതാണ്. ഏത് വിഷയത്തെക്കുറിച്ചിട്ട്? ബ്രഹ്മവിഷയത്തെക്കുറിച്ച്, അല്ലാതെ കർമ്മവിഷയത്തെക്കുറിച്ച് പറയുന്നതല്ല.
അപ്പോൾ അവയ്ക്ക് വാക്യയോജനയുണ്ട്. ഇനി നിങ്ങളുടെ തന്നെ അനുസരിച്ച് പ്രകരണം, അല്ലേ? പ്രകാരണം വെച്ചാൽ അന്യോന്യ അപേക്ഷ. എന്ത് ചെയ്യുന്നുണ്ട്? വേദാന്തത്തിലെ വാക്യങ്ങൾക്ക് അന്യോന്യ അപേക്ഷയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാന്തത്തിൽ ഉപനിഷത്തിലെ ചില വാക്യങ്ങൾ എന്താണ്? ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതാണ്. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അതെന്താണ്? ബ്രഹ്മപരകമാണ്. ഇനി ആ ബ്രഹ്മപരകമായിരിക്കുന്ന ബ്രഹ്മത്തെ പ്രാപിക്കാൻ വേണ്ടിയാണ് യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തീതി തദ്വിജിജ്ഞാസസ്വ. ഉണ്ടോ? ആ തദ്വിജിജ്ഞാസസ്വ എന്നുള്ളത് എന്തിനു വേണ്ടിയാണ്? അതിനറിഞ്ഞാലും, എന്തിനറിഞ്ഞാലും? ബ്രഹ്മത്തെ അറിഞ്ഞാലും. ഏത് ബ്രഹ്മത്തെ? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. കണ്ടോ? ഇങ്ങനെ ഇവ തമ്മിൽ പ്രകരണമുണ്ട്. വേദാന്തവാക്യങ്ങൾ തമ്മിൽ പ്രകരണമുണ്ട്, അന്യോന്യ അപേക്ഷയുണ്ട്, അന്യോന്യമായ സഹകരണമുണ്ട്. ഇനി അഞ്ചാമത്തെ നിങ്ങളുടെ വെച്ചാൽ പൂർവമീമാംസകന്മാരുടെ അഞ്ചാമത്തെ എന്താണ്? ലിംഗമാണ് സ്ഥാനം, അല്ലേ? സമാനസ്ഥിതി. നോക്കൂ, ഏത് ഉപനിഷത്തിലെ വാക്യങ്ങൾ എടുത്തോളൂ, ആ ഉപനിഷത്തിലെ വാക്യങ്ങളെല്ലാം പറയുന്ന ആരെക്കുറിച്ചിട്ട്? ഒരേ ബ്രഹ്മത്തെക്കുറിച്ചിട്ടാണ്. അല്ലാതെ ഒരു ഉപനിഷത്ത് ഒന്നിനെക്കുറിച്ച് പറയുന്നു, വേറൊരു ഉപനിഷത്ത് വേറൊരു, അങ്ങനെയാണോ? അല്ല, അല്ലേ? പ്രജ്ഞാനം ബ്രഹ്മ തത് ത്വമസി അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ. കണ്ടോ? ഇവിടെ എല്ലായിടത്തും അങ്ങനെ ഏത് വേദത്തിലെ ഉപനിഷത്തുകൾ എടുത്താലും അവയെല്ലാം സ്ഥാനമാണ്, അല്ലേ? അവയ്ക്കെല്ലാം സമാന സ്ഥിതിയുണ്ട്, അവയ്ക്കെല്ലാം ക്രമമുണ്ട്. മാത്രമല്ല സമാഖ്യ, യൗകികാർത്ഥം, യൗകികാർത്ഥ സിദ്ധി, സമാഖ്യ, അതിൻ്റെ ആ പദത്തിൻ്റെ ചിന്തനം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? അർത്ഥപ്രാപ്തി ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെയുള്ള ഞങ്ങളുടേതായ ഉപക്രമോപസംഹാരാദികളായ ലിംഗങ്ങൾ എടുത്താലും, നിങ്ങളുടേതായിട്ടുള്ള ശ്രുതി ലിംഗം മുതലായവ എടുത്താലും, രണ്ടും എന്താ കാട്ടുന്നത്? ഉപനിഷത്തുകൾ ബ്രഹ്മപരകങ്ങളാണ്, കർമ്മപരകങ്ങളല്ല. അതാണ് ലിംഗഷഡ്കാച്ച ബ്രഹ്മബോധകാഹ. ഭിന്നപ്രകരണമായതുകൊണ്ടും 6 ലിംഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഉപനിഷത്തുകൾ കർമ്മപരകങ്ങളല്ല, ബ്രഹ്മപരകങ്ങളാണ്. സ്വർഗപരകങ്ങളല്ല, മോക്ഷപരകങ്ങളാണ്, അല്ലേ? ഭോഗിക്കുള്ളതല്ല, ത്യാഗിക്കുള്ളതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാം. അങ്ങനെ ഭിന്നപ്രകരണം കൊണ്ടും ഷഡ്വിധ ലിംഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ബ്രഹ്മബോധകങ്ങളാണ് വേദാന്തവാക്യങ്ങളെന്ന് സിദ്ധമാകുന്നു. പിന്നെ പറയാൻ നിങ്ങളെന്താ പറഞ്ഞേ? ഈ ബ്രഹ്മത്തെ കൊണ്ടൊരു ഗുണമില്ല എന്നോ? അല്ലേ? പുരുഷാർത്ഥത്തിന് യോഗ്യമല്ലാത്തതിനാൽ ഈ ബ്രഹ്മത്തിന് ശാസ്ത്രത്വം ഉണ്ടാവില്ല എന്നല്ലേ? ഉപനിഷത്തുകൾക്ക് ശാസ്ത്രത്വം ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേ? എപ്പോൾ പറഞ്ഞു? നേരത്തെ പറഞ്ഞില്ലേ? എവിടെ പറഞ്ഞു? ഈ ഇതല്ലാത്തതുകൊണ്ട്, അല്ലേ? ഇതിന് തത് പ്രതിപാദനേച്ച ഹേയോപാദേയരഹിതേ പുരുഷാർത്ഥാഭാവാത്. ഇത് പ്രതിപാദനം കൊണ്ട് ഒരു കാര്യമില്ല, പുരുഷാർത്ഥങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെയല്ല, പരമപുരുഷാർത്ഥ പ്രാപകമാണെന്ത്? ഉപനിഷത്ത്. നിങ്ങളുടേതായ പുരുഷാർത്ഥങ്ങൾ അതേതാണ്? ധർമാർത്ഥ കാമങ്ങൾ. ഈ ധർമാർത്ഥ കാമങ്ങൾ നശ്വരങ്ങളാണ്, അല്ലേ? അർത്ഥമാകട്ടെ, കാമമാകട്ടെ, ധർമ്മമാകട്ടെ, എല്ലാം, ധർമ്മം ച കർമ്മം, ഓക്കെ, ഇതെല്ലാം നശ്വരങ്ങളാണ്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഏറ്റവും വലിയ നിങ്ങളുടെ കർമ്മം കൊണ്ട് പ്രാപിക്കാവുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന ദേവലോകം എന്താണ്? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നഷ്ടപ്പെടുന്നതായ വസ്തുക്കളെ പ്രാപിക്കുന്നതിന് സഹായിക്കുന്ന നിങ്ങളുടെ കർമ്മകാണ്ഡമാണോ ഒരിക്കലും നശിക്കാത്ത യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. യാതൊന്നിനെ പ്രാപിച്ചാലാണോ പിന്നീട് ഒരിക്കലും നാശമുണ്ടാകാത്തത്? അങ്ങനെ നിത്യസിദ്ധമായിരിക്കുന്ന ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന ഞങ്ങളുടെ വേദഭാഗങ്ങളാണോ ശരിക്കും പുരുഷാർത്ഥ പ്രതിപാദകം? നശിക്കുന്നത് നൽകുന്നതാണോ ഒരിക്കലും നശിക്കാത്തത് നൽകുന്നതാണോ ശ്രേഷ്ഠം? ഏതാ ശ്രേഷ്ഠം? നശിക്കുന്നത് നൽകുന്നതോ? നശിക്കാത്ത നൽകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതായ പുരുഷാർത്ഥാഭാവാത്ത് എന്ന് പറഞ്ഞ വാദം പൊള്ളയാണ്, ശരിയല്ല. പറയാണ് സതിപ്രയോജനേ, ഈ ഉപനിഷത്തുകൾക്ക് പ്രയോജനമില്ല എന്ന വാദം നിങ്ങളുടെ
തെറ്റാണ്. അല്ലേ? അതായത് പരിനിഷ്ഠിത വസ്തുവിനെ, ഉള്ളതായ വസ്തുവിനെ പ്രതിപാദിക്കുന്നതിനാൽ ഇതുകൊണ്ടൊരു ഗുണവുമില്ല എന്ന നിങ്ങളുടെ വാചകം തെറ്റാണ്. സതിപ്രയോജനെ, പ്രയോജനമുണ്ട്. എന്താ സതിപ്രയോജനം? പരമമായിരിക്കുന്ന മോക്ഷപ്രാപ്തി, പരമമായിരിക്കുന്ന സ്വാതന്ത്ര്യം. ഈ പരമസ്വാതന്ത്ര്യമാകുന്ന പ്രയോജനമുള്ളതുകൊണ്ടും പിന്നെ അനർത്ഥഹാനി. അടുത്തെന്താണ്? അനർത്ഥഹാനി. അനർത്ഥങ്ങളില്ലാണ്ടായിത്തീരുന്നു. എന്തനർത്ഥഹാനങ്ങളില്ലാണ്ടായിരുന്നു? അല്ലേ? ജന്മദുഃഖാദിയായിരിക്കുന്ന സംസാര നാശനം. അല്ലേ? നമ്മളെല്ലാവരുടെയും ജനനമരണ രൂപമായിരിക്കുന്ന ഈ സംസാരത്തിൽ കെട്ടിയിട്ട് കറക്കുന്നതാണ് നിങ്ങളുടെ കർമ്മവും. നിങ്ങളുടെ കർമ്മം മനുഷ്യനെ മോചിപ്പിക്കുന്നതല്ല, മനുഷ്യനെ ബന്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പക്ഷെ ഞങ്ങളുടെ ഈ ശാസ്ത്രമോ, വേദാന്തശാസ്ത്രമോ അനർത്ഥഹാനി, അല്ലേ? സകലവിധ അനർത്ഥങ്ങളെയും ദുഃഖങ്ങളെയും സകലവിധ സംസാരത്തെയും ജന്മദുഃഖാദി സകല ബന്ധനങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ച അസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സകല സംസാരനാശകമാണ് എന്ത്? ഈ വേദാന്തം, ഉപനിഷത്ത്. അപ്പോൾ പ്രയോജനമുണ്ട്. എന്താ പ്രയോജനം? മോക്ഷപ്രയോജനമുള്ളത് കൊണ്ടും അനർത്ഥഹാനി, ജന്മദുഃഖാദികളായിരിക്കുന്ന അനർത്ഥങ്ങളെ ഇല്ലാതാക്കുന്നത് കൊണ്ടും ഈ വേദത്തിന്, ഉപനിഷത്തുകൾക്ക് എന്തുണ്ട്? പ്രാമാണികത്വമുണ്ട്. പറയാണ് അനുഷ്ഠാനതോത്ര കിം. നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇതിന് അനുഷ്ഠാനവുമായി ബന്ധപ്പെടുത്തിയാൽ മാത്രമേ പ്രാമാണികത്വം വരികയുള്ളൂ എന്ന് പറയുന്നത്? അനുഷ്ഠാനതോത്ര കിം, അല്ലേ? ഇപ്രകാരം പ്രയോജനമുള്ളതുകൊണ്ടും മോക്ഷപ്രയോജനമുള്ളതുകൊണ്ടും സകല ദുഃഖഹാനിയാക്കുന്ന പ്രയോജനമുള്ളതുകൊണ്ടും ഉപനിഷത്തിന് വിധിപരമായി വേറെയൊരു അനുഷ്ഠാനത്തിൻ്റെ സംബന്ധം ആവശ്യമില്ല. നിങ്ങൾ പറയുന്നത് പോലെ വിധിയുമായിട്ട് കീഴ്വഴങ്ങി നിന്നാൽ മാത്രമേ, എന്നുവെച്ചാൽ ഒന്നെങ്കിൽ കർത്താവിനെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദേവതയെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരണത്തെ പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഉപനിഷത്തുകളെന്ന് പറയുന്നത്. ഒട്ടും യോജിക്കുന്നതല്ല. എന്തുകൊണ്ട്? ഭിന്നപ്രകരണാത്ത് ലിംഗഷഡ്കാച്ച സതിപ്രയോജനെ അനർത്ഥഹേതു അനർത്ഥഹാനെ. ഭിന്നപ്രകരണമായിരിക്കുന്നത് കൊണ്ടും ഷഡ്വിധ ലിംഗങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നത് കൊണ്ടും മോക്ഷപ്രയോജനമായതുകൊണ്ടും സകലവിധ ദുഃഖഹാനി ഉണ്ടാക്കുന്നത് കൊണ്ടും ഈ കർമ്മത്തിന്, അല്ലെ, വേദത്തിന്, ഉപനിഷത്തുകൾക്ക് എന്താവശ്യമില്ല? കർമ്മത്തെ ആധാരമാക്കിയിട്ടേ പ്രാമാണികത്വം ഉണ്ടാകൂ എന്ന് ഇല്ല. ഓക്കെ. ഭിന്നപ്രകരണാത് ലിംഗഷഡ്കാച്ച ബ്രഹ്മബോധകാഃ സതിപ്രയോജനേ അനർത്ഥഹാനേ അനുഷ്ഠാനതോത്ര കിം. അപ്രകാരമല്ല വെച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിന് വേദാന്തം ശാസ്ത്രമായി തീരണമെങ്കിൽ അത് വിധിപരകമായിരിക്കണമെന്നത് ശരിയല്ല. കർമ്മപ്രകരണവും ബ്രഹ്മപ്രകരണവും വിഭിന്നങ്ങളാകുന്നു. എന്നുവെച്ചാലോ അതിൻ്റെ അധികാരി, വിഷയം, പ്രയോജനം, സംബന്ധം മുതലായവ വളരെ വ്യത്യസ്തങ്ങളാകുന്നു, ഭിന്നങ്ങളാകുന്നു, ഒന്നല്ല. പിന്നെ 6 വിധ ലിംഗങ്ങളാലും വേദാന്തം ബ്രഹ്മപ്രതിപാദകങ്ങളാണെന്ന് മനസ്സിലാക്കാം. 6 വിധ ലിംഗങ്ങൾ ഒന്ന് ഏതൊക്കെയാണ്? ഉപക്രമോപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി. ഇനി പൂർവമീമാംസകന്മാരുടെ 6 ശ്രുതി. ഇതെല്ലാം കൊണ്ടും നിങ്ങളുടെ എടുത്താലും വേണ്ടി, ഞങ്ങളുടെ എടുത്താലും വേണ്ടില്ല, എന്ത് മനസ്സിലാക്കാൻ പറ്റും? വേദാന്തം ബ്രഹ്മപ്രതിപാദകങ്ങളാണ്. ബ്രഹ്മപ്രതിപാദകമായതിനാൽ വേദാന്തം ശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ മാത്രമല്ല, ബ്രഹ്മബോധത്താൽ ജന്മദുഃഖാദി സംസാരാനർത്ഥഹാനി എന്ന പ്രയോജനവും ഉള്ളതാണ്. പ്രസ്തുതമായിരിക്കുന്ന പ്രയോജനമുള്ളതാകയാൽ ബ്രഹ്മത്തിന് വിധിപരകമായി വേറെ യാതൊരു അനുഷ്ഠാന സംബന്ധവും ആവശ്യമില്ല. എന്തിന്? ശാസ്ത്രമായി തീരാൻ. അപ്പോൾ ബ്രഹ്മപ്രതിപാദകങ്ങളായിരിക്കുന്ന ഉപനിഷത് ഭാഗങ്ങളും ശാസ്ത്രങ്ങൾ തന്നെയാണ്. അത് കർമ്മബന്ധം കൊണ്ട് ആവശ്യമില്ല,
അത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അത് സ്വയം ശാസ്ത്രം ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരർത്ഥം പറഞ്ഞു. അപ്പം നോക്കൂ, പൂർവമീമാംസകന്മാർ രണ്ട് വിധ വാദങ്ങളാണ് ഉയർത്തിയത്. ഒന്ന് പറഞ്ഞു, എന്ത് ചെയ്യണം, നിങ്ങൾ വേദത്തിൽ ശരി വേദഭാഗങ്ങളുണ്ടല്ലേ, ഒരു മനസ്സിലാക്കണം, അവയൊക്കെ ഒന്നുകിൽ കർത്താവിനെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ദേവതയെക്കുറിച്ച് പറയാനൊക്കെയാണെന്ന് പറഞ്ഞു. അതല്ല എന്ന് മനസ്സിലാക്കി, അതല്ല എന്ന് സ്ഥാപിച്ചു. എന്തുകൊണ്ടൊക്കെയാണ്? ഭിന്നപ്രകരണം കൊണ്ട്, ലിംഗഷട്കം കൊണ്ട്, പ്രയോജനമുള്ളതായതുകൊണ്ട്, അനർത്ഥഹാനിയാകുന്ന പ്രയോജനമുള്ളതുകൊണ്ടൊക്കെ ബ്രഹ്മബോധകങ്ങളാണ്, കർമ്മബോധകങ്ങളല്ല ഉപനിഷത്ത് വാക്യങ്ങളെന്ന് സിദ്ധിച്ചു. ഇനി അവരുടെ വേറൊരു വാദമായിരുന്നു, പൂർവമീമാംസകന്മാരുടെ വേറൊരു വാദമായിരുന്നു എന്ത്? ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, മാനസിക ക്രിയയായ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നിങ്ങളുടെ ഉപനിഷത്തുകളെല്ലാം. അങ്ങനെ അപ്പോഴും അത് ക്രിയാപരകമാണ്. അങ്ങനെ മാനസിക ക്രിയാപരകങ്ങളാണ് നിങ്ങളുടെ ഉപനിഷത്ത് വാക്യങ്ങൾ എന്ന് പറഞ്ഞതിനെ അത് അവതരിപ്പിച്ച് ഖണ്ഡിക്കുകയാണ് അടുത്തത്. ഈ കാര്യം മനസ്സിലായല്ലോ? ഫസ്റ്റ് കാര്യം മനസ്സിലായല്ലോ? ശരി, അടുത്തത്. പ്രതിപത്തിം വിധിത്സ്യന്തി ബ്രഹ്മണ്യവസിത ഉത ശാസ്ത്രത്വാത്തേ വിധാതാരോ മനനാദേശ കീർത്തനാത് പ്രതിപത്തിം വിദിത്സന്തി ബ്രഹ്മണ്യവസിത ഉത ശാസ്ത്രത്വാത്തേ വിധാതാരോ മനനാദേശ കീർത്തനാത്. വീണ്ടും ഒരു പൂർവപക്ഷം. അപ്പോൾ ഇത് കഴിഞ്ഞല്ലോ, ഈ ഒരു ഭാഗം കഴിഞ്ഞു. അടുത്ത വേറൊരു സംശയമാണ്. സംശയം എന്താണ്? പ്രതിപത്തിം വിദസ്യന്തി ബ്രഹ്മണ്യവസിത ഉത. അതായത് ഈ വേദാന്തവാക്യങ്ങൾ ഉപാസനയെ വിധിക്കുന്നവയാണോ അതോ ബ്രഹ്മത്തിൻ്റെ ബോധനത്തിലാണോ ഉപനിഷത്ത് താല്പര്യം? പ്രതിപത്തിം വിധിച്ചത്, പ്രതിപത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ പ്രതിപത്തിയല്ല, ഉപാസന. ബ്രഹ്മോപാസനയ്ക്ക് അല്ലെങ്കിൽ ബ്രഹ്മോപാസന വെച്ചാൽ മാനസിക ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ത് ശ്രുതി, അതായത് ഉപനിഷത്ത്, അതോ ബ്രഹ്മണ്യവസിത, അതോ ബ്രഹ്മതത്വത്തെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണോ? വേദാന്തങ്ങൾ ഉപാസനയെ വിധിക്കുന്നതാണോ അതോ ബ്രഹ്മത്തിൻ്റെ ബോധനത്തിനാണോ ഉപനിഷത്തിൻ്റെ താത്പര്യം എന്ന് സംശയം. ആദ്യം സംശയമാണ്. അതായത് ഈ ഉപനിഷത്തുകളൊക്കെ ബ്രഹ്മാവബോധകങ്ങളാണോ അതോ കർമാവബോധകങ്ങളാണോ? സംശയം. കർമാവബോധമല്ല, ഉപാസനാബോധകങ്ങളാണോ? അപ്പോൾ അതാണ് പൂർവപക്ഷിയിൽ രണ്ടാമത് പറഞ്ഞത്. എന്താണ്? ഇത് മാനസിക ഉപാസനയ്ക്കുള്ളതായതുകൊണ്ട് എന്നാണ് പറഞ്ഞത് വെച്ചത്. അതാണ് ചോദിക്കുന്നത്, അങ്ങനെയാണോ അല്ലയോ പറയാണ്. പൂർവപക്ഷം എന്ത് പറയണു? ശാസ്ത്രത്വാത്തേ വിധാതാരോ മനനാദേശ കീർത്തനാത്. ഈ വേദാന്തങ്ങൾ ശാസ്ത്രങ്ങൾ ആയതുകൊണ്ട്, ശാസ്ത്രമാവണമെങ്കിൽ എന്ത് ചെയ്യണം? വിധിപരകമാകണം. പൂർവമീമാംസയാണ്. ശരി, കർമ്മത്തിലല്ല നിങ്ങളുടെ വേദാന്തവാക്യങ്ങളുടെ ഉപയോഗമെന്നാൽ അവ എന്തിനാണ്? മാനസിക കർമ്മങ്ങളിലാണ്, ചില ഉപാസനകളിലാണ്. മാനസികമായ ഉപാസനയെ വിധിക്കുന്നുവെന്ന് തന്നെ വരണം. അപ്പോൾ വേദാന്തങ്ങൾ ശാസ്ത്രങ്ങളാകണമെങ്കിൽ അത് വിധിക്കണം. ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഭിന്നമായിരിക്കുന്ന പ്രകടനാദികളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്താണ്? ഇത് കർമ്മപരകമല്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തായിരിക്കണം? ഇത് മാനസിക കർമ്മപരകമായിരിക്കണം. മാനസിക കർമ്മം വെച്ച് കഴിഞ്ഞാൽ ഉപാസന അല്ലേ? അപ്പോൾ ഉപാസനകളെക്കുറിച്ച് പറയുന്നതായിരിക്കണം. ശാസ്ത്രത്വാത്തേ വിധാതാരോ മനനാദേശ കീർത്തന. മാത്രമല്ല നിങ്ങളുടെ ഉപനിഷത്തിൽ പറയുന്നില്ലേ, ആത്മാവാരേ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്ന് പറയുന്നില്ലേ?
അല്ലേ? ആത്മാവിനെക്കുറിച്ച് കേൾക്കണം, മനനം ചെയ്യണം. മനനം ചെയ്യുക എന്താർത്ഥം? മാനസിക ക്രിയയാണ്, അല്ലേ? നിധിധ്യാസനം ചെയ്യണം ഒക്കെ മാനസിക ക്രിയയാണ്. അപ്പോൾ നിങ്ങളുടെ ഉപനിഷത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഇത് മാനസിക ഉപാസനകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. അങ്ങനെ മാത്രമേ നിങ്ങളുടെ ഉപനിഷത്തിന് എന്ത് പറ്റുള്ളൂ? വേദപ്രാമാണികത്വം വരികയുള്ളൂ. ഓക്കെ. വേദാന്ത ശാസ്ത്രങ്ങൾ ശാസനാത് ശാസ്ത്രം അല്ലെ വിധാനാത് ശാസ്ത്രം ആയതുകൊണ്ട് മാനസിക കർമ്മമായ ഉപാസനയെ വിധിക്കുന്നുവെന്ന് തന്നെ വരണം. മനന നിധിധ്യാസനങ്ങൾ ചെയ്യണമെന്ന് വേദാന്തം സ്വയം ആവശ്യപ്പെടുന്നതിനാൽ വേദാന്തം ഉപാസനാവിധിയെ സ്പഷ്ടമാക്കുന്നതാണ്, മാനസികമായിരിക്കുന്ന കർമ്മത്തെ സ്പഷ്ടമാക്കുന്നതാണ് എന്ന് പൂർവപക്ഷം. പുരുഷം മനസ്സിലായോ? ഇനി സിദ്ധാന്തം പറയാണ്. അകർത്തൃതന്ത്രേസ്തി വിധി ശാസ്ത്രത്വം ശംസനാദപി മനനാദേഃ പുരാബോധാത് ബ്രഹ്മണ്യവസിതാസ്തതഃ. ഒരുമിച്ച്. നാകർത്തൃതന്ത്രേസ്തി വിധി ശാസ്ത്രത്വം ശംസനാദപി പുരാബോധാത് ബ്രഹ്മണ്യവസിതാസ്തതഃ. സിദ്ധാന്തം പറയാണ് അങ്ങനെയല്ല. അതായത് വേദാന്തങ്ങൾ ഉപാസനാപരകങ്ങൾ മാത്രമാണ് എന്ന നിങ്ങളുടെ വാദം ശരിയല്ല. വേദാന്തം മാനസിക ക്രിയകളെ, ഉപാസനാദികളായിരിക്കുന്ന മാനസിക ക്രിയകളെ ഉദ്ദേശിക്കുന്നതാണ്, സൂചിപ്പിക്കുന്നതാണ് എന്ന നിങ്ങളുടെ വാദം ശരിയല്ല. എന്തുകൊണ്ട്? അകർത്തൃതന്ത്രേ അസ്തി വിധിഹി. അകർത്തൃതന്ത്രേ വിധിഹി ന അല്ലേ അസ്തി. അതായത് കർത്തൃത്വത്തിന്, കർത്താവിന് ഇടമില്ലാത്തതായ അദ്വൈതത്തിൽ വിധിക്കിടമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താ പറഞ്ഞത്? വിധിപരകമായിരിക്കണം ഉപനിഷത്ത്. അപ്പോൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്തുകൂടാ എന്നൊക്കെ പറയുന്നതാണ് എന്ത്? ശാസ്ത്രം നിങ്ങൾ പറഞ്ഞു അല്ലേ? പക്ഷെ എങ്ങനെയില്ല. അകർത്തൃതന്ത്രേ അസ്തി വിധിഹി. നോക്കൂ, ഈ വേദാന്തം ഉപനിഷത്ത് എന്താണ്? അകർത്തൃതന്ത്രമാണ്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? കർത്താവ് എന്ന് പറയുന്ന ഒരാളില്ല. എന്നുവെച്ചാൽ എന്താ അർത്ഥം? അതായത് നമ്മളോട് ഉപദേശിക്കുന്നു, അല്ലയോ ശിഷ്യ, ഹേ സൗമ്യ, അല്ലേ, നിങ്ങളെന്ത് ചെയ്യൂ? ബ്രഹ്മത്തെക്കുറിച്ച് ധ്യാനിക്കൂ, ആത്മാവിനെക്കുറിച്ച് ധ്യാനിക്കൂ എന്ന് പറയണു. അപ്പോൾ ആത്മാവിനെ ധ്യാനിക്കുന്ന ആളും ആത്മാവും ഭിന്നങ്ങളാണോ? അല്ല. മനസ്സിലായിണ്ടോ? വേദാന്തത്തിൽ ഇപ്പം ഞാൻ എന്നോട് പറയാം, അല്ലയോ കുട്ടി, നീ സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കൂ. നമുക്ക് ധ്യാനിക്കാം. എന്തുകൊണ്ട്? സ്വർഗം വേറെയാണ്, ഞാൻ വേറെയാണ്. നീ സിംഹത്തെക്കുറിച്ച് ധ്യാനിക്കൂ, ധ്യാനിക്കാം. സിംഹം വേറെയാണ്, ഞാൻ. അത് ക്രിയയാണ്. മനസ്സിലായോ? നോക്കൂ, അതൊരു ക്രിയയാണ്, ഒരു മെൻ്റൽ ആക്ഷനാണ്. എന്ത്? ഞാൻ സ്വർഗത്തെക്കുറിച്ചിട്ടോ സിംഹത്തെക്കുറിച്ചിട്ടോ ധനത്തെക്കുറിച്ചിട്ടോ ഭാര്യയെക്കുറിച്ചിട്ടോ പുത്രനെക്കുറിച്ചോ ചിന്തിക്കുന്നത് ക്രിയയാണ്. എന്തുകൊണ്ട്? തന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു വസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ അതൊരു ക്രിയയാണ്, മാനസിക ക്രിയയാണ്. പക്ഷെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്രകാരം മാനസികമായൊരു ക്രിയയല്ല. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് എന്നിലേക്ക് തിരിയലാണ്. അത് മാനസിക ക്രിയയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ക്രിയയുണ്ടാവണമെങ്കിൽ എന്ത് വേണം? കർത്താവ് വേണം, കർമ്മം വേണം, കർത്താവ് പ്രാപിക്കുന്നതായിരിക്കുന്ന ഫലം വേണം. വേണ്ടേ? വേറെ 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 വേണം. പക്ഷേ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്തനയിൽ അങ്ങനെ. അതാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. നോക്കൂ, അവിടെ എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്തല്ല, ഇത് വിഭിന്നങ്ങളായിരിക്കുന്ന ഒരു ക്രിയാവിശേഷമല്ല, ഒരു ഉപാസനയല്ല. ഉപാസന എന്ന് പറഞ്ഞാൽ ഉപാസനയുടെ കാർമ്മികമായ അർത്ഥത്തിലുള്ള ഉപാസനയല്ല. കാർമ്മികമായ അർത്ഥത്തിൽ ഉപാസന എന്താണ്? ഞാൻ സ്വർഗത്തിനു വേണ്ടി ഉപാസിക്കുന്നു. അപ്പോൾ ഞാൻ വേറെയാണ്, എനിക്ക് ലഭിക്കേണ്ടതായ സ്വർഗം വേറെയാണ്, ഞാൻ അതിനു വേണ്ടി ചെയ്യുന്നതായ പ്രവൃത്തി വേറെയാണ്.
അതായത് എന്നിൽ നിന്ന് ഭിന്നമായ ചില വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗത്തിനു വേണ്ടി പ്രയത്നിക്കാൻ പറ്റുള്ളൂ. അല്ലേ? ഈ ലോകത്തിലെ അഭ്യുദയമാകട്ടെ ഐഹികമോ പാരത്രികമോ ആയ ഒരു ഫലത്തെ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കണമെങ്കിൽ ഞാനുണ്ടാകണം, എനിക്ക് പ്രാപിക്കേണ്ടതായിട്ടുള്ള വസ്തു ഉണ്ടാകണം. ഈ വസ്തുവിനെ പ്രാപിക്കുന്നതിന് എന്നിൽ നിന്ന് ഭിന്നമായ കരണമുണ്ടാകണം. എനിക്കൊരു പുത്രൻ, അതായത് പൂർവ്വമീമാംസ ലൗകികമായ അഭ്യുദയം, ഒരു പുത്രനുണ്ടാകണം എന്ന് വെച്ചാൽ ഞാൻ വേറെയാണ്, എനിക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന പുത്രൻ വേറെയാണ്. ആ പുത്രലാഭത്തിനായിട്ട് ഭാര്യ എന്ന് പറയുന്ന എന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു കരണം ആവശ്യമാണ്. ഇനി എനിക്ക് സ്വർഗത്തിൽ പോകണം എങ്കിൽ ആ സ്വർഗത്തിൽ പോകേണ്ടവനായ ഞാൻ വേറെയാണ്, എനിക്ക് പ്രാപിക്കേണ്ടതായിരിക്കുന്ന സ്വർഗം വേറെയാണ്. ആ സ്വർഗത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ഉള്ളതായിട്ടുള്ള അഗ്നിഹോത്രാദി കർമ്മം വേറെയാണ്. വേറെയല്ലേ? ഇതൊക്കെ ഒന്നാണോ? അല്ല. പക്ഷെ വേദാന്തത്തിൽ എങ്ങനെയാണോ? ഞാൻ ബ്രഹ്മമാണ് എന്ന് ചിന്തിക്കുന്നതിന്, ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുമ്പോൾ ഈ ഞാനും അറിയുന്നതായ ബ്രഹ്മവും ഈ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട് തലകുത്തി നിൽക്കുക എന്ന് പറഞ്ഞ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. അല്ലേ? അവനവനിലേക്ക് തിരിയുക മാത്രമേ ചെയ്യാനുള്ളൂ. അല്ലാതെ അവിടെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് നോക്കൂ, അതൊക്കെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ചിത്തശുദ്ധിക്കും ചിത്തേകാഗ്രതയ്ക്കും വേണ്ടിയിട്ട് ഉപാസനകളൊക്കെ വേണം. അതല്ല വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ബ്രഹ്മാനുഭൂതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്രിയയുടെ ഫലമല്ല. അല്ലേ? നമ്മൾ നേരത്തെ ശ്രമിച്ചതുപോലെ ആ ചമീകരം അത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയതായ നെക്ലസിനെ കിട്ടിയിട്ടോ എന്ന് പറയുന്നത് പോലെ മാത്രമാണ് ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ബ്രഹ്മത്തെ അറിയുന്നതിന് വേണ്ടി എന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു ബ്രഹ്മത്തെ എന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു വസ്തുവിനെ കൊണ്ട് അറിഞ്ഞ് ഉണ്ടാക്കുന്നതല്ല എന്ത് ബ്രഹ്മാവഗതി. അതുകൊണ്ട് കർത്തൃതന്ത്രം, ബ്രഹ്മാനുഭൂതി കർത്തൃതന്ത്രമല്ല. അകർത്തൃതന്ത്രം. ശരി, അകർത്തൃതന്ത്രം അങ്ങനെയല്ല ഇവിടെ പറഞ്ഞു. അകർത്തൃതന്ത്രേ, ഇതൊരു അകർത്തൃതന്ത്രമായതുകൊണ്ടായത്. അതായത് ഇവിടെ ഉപാസകൻ, ഉപാസ്യം, ഉപാസന മുതലായിട്ടുള്ള ത്രിപുടികളൊന്നുമില്ല സത്യത്തിൽ. എന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു വസ്തുവിനെ അറിയുന്നതിന് വേണ്ടിയിട്ട് ചില ഉപാസനകൾ ചെയ്ത് ഞാൻ അതിനെ അറിയുകയല്ല ബ്രഹ്മാവഗതി. ഞാൻ എൻ്റെ സ്വരൂപത്തെ എന്നിൽ തന്നെ കണ്ടുപിടിക്കുകയാണ്. അവിടെ ഭിന്നമായിരിക്കുന്ന കർത്താവോ ഫലമോ ക്രിയയോ ഇല്ല, കരണമോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാദം ഏതാ വാദം? വേദം ഉപാസനാപരകമാണെന്നുള്ള വാദം ശരിയല്ല. പറയാണ് അകർത്തൃതന്ത്രേ അസ്തി വിധി. അകർത്തൃതന്ത്രത്തിൽ വിധികളില്ല. കോ വിധി കോ നിഷേധ. ഉപനിഷത്ത് സ്വയം ചോദിക്കുന്നു, ഇവിടെ എന്ത് വിധിയാണ്, എന്തു നിഷേധമാണ് ചെയ്യാനുള്ളത്? ഞാൻ എന്നെ അറിയുന്നതിൽ, അല്ലേ, ഞാൻ എന്നെ അറിയുന്നതിൽ എന്ത് വിധി, എന്ത് നിഷേധം? അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. എന്താണ്? അകർത്തൃതന്ത്രേ വിധി ന അസ്തി. അകർത്തൃതന്ത്രത്തിൽ വിധിയില്ലാത്തത് കൊണ്ടും. അടുത്തത് ശാസ്ത്രത്വം ശംസനാദപി. നിങ്ങളെന്ത് എന്താ പറഞ്ഞത്? അല്ലേ, ശംസനം ചെയ്താൽ മാത്രമേ ശാസ്ത്രമാവുള്ളൂ പറഞ്ഞു. അല്ലേ? എന്നുവെച്ചാലോ അനുശാസിച്ചാൽ മാത്രമേ ശാസ്ത്രമാവൂ എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ ബ്രഹ്മത്തെ അനുശാസിക്കുന്നു. എന്താ ബ്രഹ്മത്തെ അനുശാസിക്കുന്നതിൽ നിങ്ങൾ പറയുന്ന ദോഷം? അത് സിദ്ധവസ്തുവാണ് എന്നുള്ളതാണ്. അല്ലേ? എവർ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു വസ്തുവിനെ ഉപദേശിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറയണു. പക്ഷെ അങ്ങനെയല്ല. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ ചാമീകരം. എവിടെ എൻ്റെ നെക്ലസ്, എവിടെ എൻ്റെ നെക്ലസ് എന്നും പറഞ്ഞ് അല്ലേ, അയ്യോ കണ്ണട കാണാനില്ല, എവിടെ വെച്ചു കണ്ണട, ഈ വീട്ടിലൊരു സാധനം വെച്ചാൽ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പരതി നടക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്ന്, എന്താ തിരക്കണേ, എന്താ തിരയണത്? എൻ്റെ കണ്ണടേ ഇപ്പം പോവാൻ സമയമായി, കണ്ണട കാണാനില്ല. അപ്പോൾ തൻ്റെ തലയുടെ മുകളിൽ എന്താടോ ഇരിക്കണേ? കിട്ടി, താങ്ക് യു. നോക്കൂ, അപ്പോൾ അയാളുടെ വാചകം എന്താണ്? ഈ കണ്ണട തൻ്റെ തലയുടെ മുകളിൽ ഇരിക്കണു എന്നുള്ള വാചകം അല്ലേ, സിദ്ധവസ്തുവിനെ ഉത്ബോധിപ്പിച്ചതല്ലേ? അതായത് ഇയാൾ പറഞ്ഞ ഉടനെ അവിടെ കണ്ണട വന്നാണോ? അല്ല.
ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന കണ്ണടയാണ് സുഹൃത്ത് നമുക്ക് പറഞ്ഞു തന്നതാ തൻ്റെ തലയുടെ മുകളിലിരിക്കണമെന്ന്. അപ്പോൾ അത് സിദ്ധവസ്തു പ്രതിപാദകമാണോ? അല്ലേ? ആണ്. പക്ഷെ അത് സംസ്ഥാനമല്ലേ, ഉപദേശമല്ലേ. ആ ഉപദേശം കൊണ്ട് ഫലമുണ്ടായില്ലേ? ഉണ്ടായി. അതുമാതിരി ഈ ബ്രഹ്മം നിത്യപ്രാപ്തമാണെന്നിരിക്കലും നമ്മളാരും ബ്രഹ്മത്തെ അറിയുന്നില്ല, അതിൻ്റെ അവഗതി ഉണ്ടാകുന്നില്ല, അതിൻ്റെ പ്രത്യഭിജ്ഞ ഉണ്ടാകുന്നില്ല. സാമാന്യമായിട്ട് അഹമസ്മി എന്നുള്ള ജ്ഞാനം എല്ലാവർക്കും ഉണ്ടെങ്കിലും ആ അഹം ജീവനാണെന്നാണ് അല്ലെങ്കിൽ ശരീരമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അധ്യാസം ഹേതുവായിട്ട്. അപ്പോൾ അധ്യാസ നിവൃത്തി എന്നതായിരിക്കുന്ന ഒരു ഫലം എന്തിനുണ്ട്? വേദാന്തത്തിനുണ്ട്. ഉപനിഷത്ത് എന്ത് ചെയ്യണു? നമ്മൾ എന്തല്ലയോ അതാണെന്നുള്ള നമ്മളുടെ ചിന്തയെ മാറ്റി നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അത് ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശിക്കുന്നതിൻ്റെ ഫലമായിട്ട് മുക്തനായിത്തീരേണ്ട ഫലമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ശംസനാത്, അതായത് സിദ്ധവസ്തുവായതിനാൽ അതിനെ ഉപദേശിക്കേണ്ടതില്ല എന്ന നിങ്ങളുടെ വാദം ശരിയല്ല. സിദ്ധവസ്തുവാണെങ്കിലും അതെന്തെല്ലാം അപ്രാപ്തമായതുപോലെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? അധ്യാസം അജ്ഞാനം ഹേതുവായിട്ട്. അജ്ഞാനം ഹേതുവായിട്ട് ഉള്ളതായ വസ്തുവാണെങ്കിലും അത് മറഞ്ഞിരിക്കുന്നതിനാൽ, അതിൻ്റെ സാമാന്യമായ ജ്ഞാനമുണ്ടെങ്കിലും വിശേഷജ്ഞാനമില്ലാത്തതിനാൽ ഉപനിഷത് വാക്യങ്ങളുടെ ശംസനം, ഉപനിഷത് വാക്യങ്ങൾ അതുണ്ട്, തത്വമസി എന്നുപദേശിക്കുമ്പോൾ അതുകൊണ്ടുള്ള ജ്ഞാനമുണ്ടാകുകയും അതിൻ്റെ ഫലമുണ്ടാവുകയും ചെയ്യുന്നതിനാൽ ഉപനിഷത്ത് ശാസ്ത്രം തന്നെയാണ്. ഉപനിഷത്ത് ശാസിക്കുന്നത് തന്നെയാണ്. എന്ത് ശാസിക്കുന്നത്? സ്വസ്വരൂപത്തെ ശാസിക്കുന്നത് തന്നെയാണ്. എന്തിനാ സ്വസ്വരൂപത്തെ ശാസിക്കുന്നത്? ആ സ്വസ്വരൂപ വിസ്മൃതി ഉണ്ടായതിനാൽ. അപ്പോൾ സ്വസ്വരൂപ വിസ്മൃതിയെ മാറ്റി സ്വസ്വരൂപ സ്മൃതി ഉണ്ടാക്കുന്നതിനാൽ ശാസ്ത്രം ശാസനം ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ട് വേദാന്തം ശാസ്ത്രം തന്നെയാണ്. ശാസ്ത്രത്വം ശംസനാദപി. ഇനി മനനാദേ പുരാബോധാത്, അടുത്താണ്. അടുത്ത് പറയാണ് മനനാദേഹ പുരാബോധാത് ബ്രഹ്മണ്യവസിതാസ്തതഃ. പറയാണ് ശബ്ദജന്യമായ ബ്രഹ്മജ്ഞാനത്തിന് മുമ്പാണ് സംശയവിപര്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി മനനനിധ്യാസനങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നത്. ബ്രഹ്മജ്ഞാനാനുഭൂത്യനന്തരം വീണ്ടും മനനാദിവിധിയില്ല. അതിനാൽ വേദാന്തങ്ങൾ ബ്രഹ്മതത്വത്തെ ബോധിപ്പിക്കുന്നത് തന്നെയാണ്. അതായത് പറയണു, അങ്ങനെയാണെങ്കിൽ അതായത് നിങ്ങൾ പറയുന്നത് പോലെയാണ്, അതായത് എപ്പോഴും വിധിപരകങ്ങളാണ് എന്നും പറയാൻ പറ്റില്ല. വിധിപരകങ്ങളാണ് എത്രത്തോളം കാലം? തിരിച്ചറിവില്ലാത്തിടത്തോളം കാലം. അല്ലേ? എൻ്റെ കണ്ണട എവിടെ പോയി? ഇതാ തലയിലിരിക്കുന്നു, കണ്ടു അറിഞ്ഞു. ഇനി വീണ്ടും ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊടണോ? അറിയാൻ വേണ്ട, അല്ലേ? അപ്പോൾ അറിഞ്ഞതിന് ശേഷം പിന്നെന്താ ആവശ്യമില്ല? മനനാദികൾ ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞെന്താണ്? നിങ്ങൾ പറഞ്ഞു അല്ലേ, മനനം ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഉപനിഷത്ത് പറയുന്നുണ്ടല്ലോ, അല്ലേ? അതുകൊണ്ട് അത് ഉപാസനയാണ്. അപ്പോൾ എന്നും ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നും ഉപാസിക്കാൻ വേണ്ടിയിട്ടല്ല, അറിയുന്നതുവരേക്കും മാത്രമേ എന്തിന് പ്രവൃത്തിയുള്ളൂ? മനന നിധിധ്യാസനങ്ങൾക്ക് പ്രവൃത്തിയുള്ളൂ. ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞ ശേഷം അയാൾ വീണ്ടും മനനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അയാൾ വീണ്ടും മനനം ചെയ്തിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ? അയാൾ അറിഞ്ഞില്ല എന്നർത്ഥം, അല്ലേ? ഞാൻ നോക്കൂ, ഇത് ഒരു പുഷ്പമാണ്. ഞാനൊരു കുട്ടിയാണ്, എനിക്ക് അറിഞ്ഞൂടാ അതെന്താന്ന്. നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ഇതൊരു പുഷ്പമാണ്. ഈ പുഷ്പത്തിൻ്റെ പേരെന്താ? കോളാമ്പി, അല്ലേ? ഇത് മഞ്ഞക്കോളാമ്പി എന്നൊരു പുഷ്പമാണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, ഇത് മഞ്ഞക്കോളാമ്പിയാണെന്ന് അറിഞ്ഞു. ഇനി വീണ്ടും ഓരോ ദിവസവും നിങ്ങൾ പൂവെടുത്തിട്ട് ഇത് മഞ്ഞക്കോളാമ്പിയാകുന്നു എന്ന് വീണ്ടും മനനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അറിഞ്ഞതിന് ശേഷം മനനം ആവശ്യമില്ല. നിങ്ങളെന്താ പറയുന്നത്? ഇവിടെ മനനം ചെയ്യണം, നിധ്യാസനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അത് എപ്പോഴും മനനം ചെയ്യണം, എപ്പോഴും നിധ്യാസനം ചെയ്യണം എന്നല്ല. അറിവിനു മുമ്പ് എന്ന് ഇറച്ചുള്ളൂ. അറിവുണ്ടായാൽ പിന്നെ എന്താ ആവശ്യമില്ല? മനനനിധ്യാസനങ്ങൾ ആവശ്യമില്ല. അതുകൊണ്ട് എന്താണ്? ഇത് ഉപാസനാപരകമാണെന്ന് നിങ്ങളുടെ വാദം ശരിയല്ല. മനനാദേഹ പുരാബോധാത്, ബോധത്തിന് മുമ്പേ എന്താ ആവശ്യമുള്ളൂ? മനനാദികൾ ആവശ്യമുള്ളൂ, അല്ലേ? ബ്രഹ്മണ്യവസിതാസ്തതഃ, അല്ലേ? അപ്പോൾ ആരാണോ ബ്രഹ്മണ്യ അവസിത, ബ്രഹ്മത്തെ അറിയാത്തത്,
ബ്രഹ്മാവഗതി ഉണ്ടാക്കുന്നതിനു മുമ്പ് മാത്രമേ എന്താവശ്യമുള്ളൂ? മനനം, നിധിധ്യാസനം മുതലായ ഉപാസനകൾ ആവശ്യമുള്ളൂ. അതിനുശേഷം ആവശ്യമില്ല, അല്ലേ? അതുമാതിരി അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഇത് ഈ ശാസ്ത്രം, ഉപനിഷത്ത് ശാസ്ത്രം എപ്പോഴും മനനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉപാസനാവിധി അല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വേദാന്ത ശാസ്ത്രം ഉപാസനാപരകമല്ല. ഉപാസനയുണ്ട്, പക്ഷെ ഉപാസനയ്ക്ക് വേണ്ടിയല്ല. പിന്നെയോ ബ്രഹ്മാവഗതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതായ 2 വാദങ്ങളും ശരിയല്ല. അതായത് വിധിപരകങ്ങളാണെന്നുള്ള വാദവും ശരിയല്ല, ഉപാസനാപരകമാണെന്നുള്ള വാദവും ശരിയല്ല. പിന്നെ എന്താണ്? ബ്രഹ്മപരകങ്ങളാണ്. ബ്രഹ്മസ്വരൂപത്തെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തന്ന് ജനനമരണാദി രൂപമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് നിവർത്തിക്കുവാൻ സാധിക്കുന്ന പരമപുരുഷാർത്ഥ സാധകമായ ശാസ്ത്രമാണ് വേദാന്തം. അതുകൊണ്ട് വേദാന്തം ശാസ്ത്രയോനിയാണ്. ഇത് തത്വസമന്വയാത്. ഈ കാര്യം സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ? സകല വേദാന്ത വാക്യങ്ങളിലും. സകല വേദാന്ത വാക്യങ്ങളും ഈ വിഷയത്തെ സ്ഥാപിക്കുന്നതുകൊണ്ട് ശാസ്ത്രം ബ്രഹ്മപരകമാണ്. അല്ലാതെ എന്തല്ല? ഉപാസനാപരകമോ കർമ്മപരകമോ അല്ല. 4 കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് വേദാന്ത കർത്തൃദേവാദിപരാ ബ്രഹ്മപരാ ഉത അനുഷ്ഠാനോപയോഗിത്വാത് കർത്രാദിപ്രതിപാദകാഃ ഭിന്നപ്രകരണാത് ലിംഗഷട്കാച്ഛ ബ്രഹ്മബോധകാഃ സതി പ്രയോജനേ അനർത്ഥഹാനേ അനുഷ്ഠാനതോത്ര കിം പ്രതിപത്തിം വിധിത്സ്യന്തി ബ്രഹ്മണ്യവസിതാ ഉത ശാസ്ത്രത്വാത്തേ വിധാതാരോ മനനാദിശ്ച കീർത്തനാത് നാകർത്തൃതന്ത്രേസ്തി വിധി ശാസ്ത്രത്വം ശംസനാദപി മനനാദേഃ പുരാ ബോധാത് ബ്രഹ്മണ്യവസിതാസ്തതഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.